ബുദ്ധി അപാർത്ഥൈ, അവിവേകം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്രേ? ഇവിടെ കർമ്മങ്ങളിൽ കുരുങ്ങി കർമ്മഫലങ്ങൾക്കായി പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതികളെ അനുകൂലമാക്കി തീർക്കാൻ വേണ്ടി അതിൻ്റെ ബദ്ധപ്പാടിൽ ഓടി നടന്ന് പല പല ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് മായാമയേ വാസനയാശയാന, ഇപ്പൊ മനസ്സിൽ കുറെ എന്തുണ്ട്? അനാവശ്യമായ ലൗകികമായ വാസനകൾ. വാസന എന്ന് പറഞ്ഞാൽ സെന്റ് നല്ല അർത്ഥേ. വാസന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോടുള്ള അമിതമായ നമ്മുടെ അറ്റാച്ച്മെന്റ്. അതെവിടെ കിടക്കുന്നു? ഇപ്പോ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു. ഇപ്പൊ മനസ്സ് ഇപ്പൊ സമബുദ്ധിയിലല്ല ഇരിക്കുന്നത്. ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുന്നു. എന്തിനേറെ അമ്പലത്തിൽ പോയി തൊഴുതു വരുമ്പോഴേക്കും ചെരുപ്പ് കാണാതിരുന്നാൽ പോരെ, നമ്മുടെ മനസ്സ് അസ്വസ്ഥമായില്ലേ? അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വല്ലത് സംഭവിച്ചാൽ മനസ്സ് അസ്വസ്ഥമാവുന്നു. ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ ഒരു വില കൂടിയൊരു സാധനം അവിടെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആരെങ്കിലും അതിൻ്റെ മുകളിലിരുന്നാൽ നിങ്ങളുടെ മനസ്സ് പറയോ സമബുദ്ധിയിൽ കുഴപ്പമില്ല ഇരുന്നോളൂ കേട്ടോ, നല്ല ഗേമായി. ചിലപ്പോൾ അവിടെ നിന്നൊന്നും പറഞ്ഞില്ല എന്ന് വരും. നമ്മൾ മനസ്സിലിങ്ങനെ തികട്ടി വരും എന്താ പറയേണ്ടത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നിന്നല്ലോ നമ്മൾ അറിയാതെ മനസ്സ് കുറേ വാസനകൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടാക്കിയ ചില സ്വഭാവ വിശേഷങ്ങൾ, അത് നമ്മളെ ഏതൊക്കെ വിധത്തിലാണ് നശിപ്പിക്കുന്നതെന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് നമ്മൾ തന്നെ അറിയുന്നില്ല. പിന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ചിലതൊക്കെ നമ്മൾ വെറുതെ ഓവറായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണെന്നുള്ളത്. ഇല്ലേ? ശരിയല്ലേ ഇത്? അതുകൊണ്ട് അത്തരത്തിലുള്ള വാസനകൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് പരിഭ്രമൻ തത്ര നവിന്ദതേർത്തൻ മായാമയേ വാസനയാശയാന, ആ വ്യക്തിക്ക് പെട്ടെന്ന് എവിടെ എത്തിച്ചേരാൻ പറ്റില്ല. ഒരുപാട് സംസ്കാരങ്ങൾ കൊണ്ടു നടക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഭഗവാനിലേക്ക് മനസ്സിനെ ഉയർത്താൻ സാധ്യമല്ല. അധക്കവിർനാമസയാവതർത്ഥം സ്യാലപ്രമത്തോ വ്യവസായ ബുദ്ധി സിദ്ധ്യേന്യഥാർത്ഥേന യഥേതത്ര പരിശ്രമം തത്ര സമീക്ഷമാണാം. എന്നാൽ കവിർനാമസു യാവതർത്ഥം, വിവേകിയായിട്ടുള്ള ആള് അദ്ദേഹം ഈ ലൗകിക ലോകത്തിൽ ജീവിക്കുന്നു തന്നെ യാവതർത്ഥസ്യൽപ്രമത്തോ വ്യവസായ ബുദ്ധി, അയാൾക്ക് വ്യവസായ ബുദ്ധിയുണ്ട്. വ്യവസായ ബുദ്ധി എന്ന് പറഞ്ഞാൽ കമ്പനി തുടങ്ങാനുള്ള ബുദ്ധി നല്ല അർത്ഥം. സംസ്കൃതത്തിൽ വ്യവസായ ബുദ്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണം ജീവിക്കാൻ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയുണ്ട്. ഒരു വ്യവസായ ബുദ്ധിയുള്ള ആള് പ്രാധാന്യം കൊടുക്കുന്നത് ചുറ്റുപാടിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൻ്റെ ചുറ്റുപാട് എങ്ങനെ വന്നാലും തൻ്റെ പരിതസ്ഥിതി എങ്ങനെ വന്നാലും ഏത് പരിതസ്ഥിതിയെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അതിനെ കടന്നു പോവാനും സാധിക്കുന്നൊരു മനസ്സ് തനിക്ക് വേണം എന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരാള് സിദ്ധ്യേ അന്യഥാർത്ഥേന യഥേതത്ര പരിശ്രമം തത്ര സമീക്ഷമാണ്. അദ്ദേഹം തൻ്റെ പരിശ്രമം കൊണ്ട് ക്രമേണ മനസ്സിനെ എവിടേക്ക് എത്തിക്കും? അവർക്ക് മനസ്സിനെ ഉയർത്താൻ സാധിക്കും. ആർക്ക്? വിവേകബുദ്ധി. തൻ്റെ മനസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്ക് എവിടെ എത്തിച്ചേരാം? തൻ്റെ മനസ്സിനെ സമബുദ്ധിയിൽ എത്തിച്ച് ഭഗവാനിലേക്ക് എത്തിക്കാം. എന്നാൽ പരിതസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല? സമബുദ്ധി. ഇന്ന് ഗീതയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കൂ, അവിടെ ഭഗവാൻ ഇത് വീണ്ടും പറയും. ഭഗവാൻ പറയും അർജുനനോട്, വിമൂഢാനാന് പശ്യന്തി ജ്ഞാനചക്ഷുഷാം. പശ്യന്തി ജ്ഞാനചക്ഷുഷ, വിവേകികൾക്ക് എന്നെ കാണാൻ സാധിക്കും. എന്നാൽ ആർക്ക് സാധിക്കില്ല? അവിവേകികൾക്ക് എന്നെ കാണാൻ സാധിക്കില്ല. കാരണം മനസ്സ് അത്രമാത്രം വാസനകളാൽ നിബദ്ധമായി ലൗകിക ലോകത്തിന് ചുറ്റുപാടിന് തൻ്റെ പരിതസ്ഥിതികൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തൻ്റെ ശ്രദ്ധ മനസ്സിലേക്ക് കൊണ്ടുവരാനോ അങ്ങനെ ഉത്കൃഷ്ടമായൊരു മനസ്സ് വേണമെന്നോ എന്നൊന്നും വിചാരിക്കാതെ ശ്രദ്ധിക്കാത്ത ഒരാൾക്ക് എങ്ങനെ സാധിക്കും? അതുകൊണ്ട് സത്യാം ക്ഷിതോ കിം കശിപോ പ്രയാസൈ ബാഹോ സുസിദ്ധേഹ്യുപവർക്കണേകിം സത്യഞ്ചലോകിം പുരുതാന്നപത്രയ ദിക്വൽക്കലാദോ സതിം കിം ദുകൂലൈ. ആ വ്യവസായ ബുദ്ധിയുള്ള ഒരാളുടെ മനസ്സ് ഇങ്ങനെയാണ്. സത്യം ക്ഷിതോ കിം കശിപോ. കശിപു എന്ന് പറഞ്ഞാൽ കിടക്ക. ഭൂമിയുള്ളപ്പോൾ കിടക്കയുടെ ആവശ്യം എന്തുണ്ട്? ആ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലെ വ്യത്യാസമുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതായത് കിടക്കാൻ എങ്ങനെയായാലും ഏത് സൗകര്യം കിട്ടിയാലും അവർക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അർത്ഥം.
കംപ്ലൈന്റ് ഇല്ലാതെ ഏത് പരിതസ്ഥിതിയും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. സത്യാക്ഷിതോ, ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിയുള്ളപ്പോ എന്തിനാ കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അറ്റ്ലീസ്റ്റ് ഈ സൗകര്യമെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തി. അതുപോലെ പറയാണ് ഉപവർഗണേക്കും സത്യഞ്ജലോക്യം പുരുതാന്നപാത്ര്യ. എന്തിനാ കിടക്ക ആവശ്യം? ബഹോ സിദ്ധേഹി, കൈയുള്ളപ്പം തലയണയുടെ ആവശ്യമുണ്ടോ? കൈയില്ലേ എന്ന് പറയുകയാണെങ്കിൽ അർത്ഥം, ഇതിനൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അതായത് ഏത് പരിതസ്ഥിതിയെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്, ഇന്നത് വേണം, ഇന്നത് കിട്ടിയാലേ സുഖം ആവുള്ളൂ എന്നൊരു വിവേകം മനസ്സുള്ള ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവില്ല. കുഞ്ഞുണ്ണി മാഷ പറയുന്നത് പോലെയാണ്, കഞ്ഞി കുടിക്കാൻ അറിയാമോ, ചോറ് വിളമ്പാൻ അറിയാമോ, കൊതുകും മൂട്ടയും ഉള്ളൊരു മുറിയിൽ കിടന്നുറങ്ങാൻ അറിയാമോ. ഏത് പരിതസ്ഥിതി വന്നാലും അതിനെ ഉൾക്കൊള്ളാൻ. ശങ്കരാചാര്യസ്വാമികളുടെ ശ്ലോകം ഞാൻ പറഞ്ഞു, യോഗരതോവ ഭോഗരതോവ സംഘരതോവ സംഘവിഹീന യസ്യ ബ്രഹ്മണിരമതേ ചിത്തം നന്ദതി നന്ദതി നന്ദതീവ. ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ ഈ കാഴ്ചപ്പാടാണ് ഇല്ലാത്തത്. എന്ത് കിട്ടിയാലും ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മനസ്സ്. പലപ്പോഴും നമ്മളതൊന്നും തിരിച്ചറിയുന്നില്ല. ഈ വാല്യൂസ് എന്നുള്ളത് നമുക്ക് ക്രമേണ നഷ്ടപ്പെട്ടു പോയി. ഇന്നിപ്പം നമുക്ക് ഡിമാൻഡുകളായിപ്പോയി അല്ലേ? നമ്മുടെ സമൂഹത്തിലെ കുട്ടികളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലല്ലോ ഇന്നത്തെ കുട്ടികൾക്ക് മുഴുവൻ ഡിമാൻഡാണ്. ആ സൗകര്യങ്ങൾ വേണം, ഈ സൗകര്യങ്ങൾ വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ അവരുടെ ജീവിതം സുഖമാവുള്ളൂ എന്ന് കുട്ടിക്കാലത്തെ ഉറപ്പിച്ച് വളരുമ്പോണ്ടല്ലോ ഇങ്ങനെ ഒരു ചുറ്റുപാടിൻ്റെ ഒരു അടിമത്വത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, പരിതസ്ഥിതിയുടെ അടിമത്വത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, റൈറ്റ്സിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ക്രമേണ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിന് പലതും പ്രതീക്ഷിച്ചതൊന്നും കിട്ടുകയില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ പ്രതിഷേധത്തോടുകൂടി അനുഭവിക്കാൻ ബാധ്യസ്ഥരാകും. പ്രത്യേകിച്ച് നമ്മൾ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുമ്പോണ്ടല്ലോ ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാം. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോണ്ടല്ലോ നമ്മുടെ ജീവിതത്തിന്റെ രീതി തന്നെ മാറുകയാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോണ്ടല്ലോ ആളുകളുടെ ജീവിത രീതി വളരെ വ്യത്യാസമാണ്. അവിടെ എങ്ങനെയായാലും കുഴപ്പമില്ല, കുറേ കൂടി ആളുകൾ അക്കോമഡേറ്റീവാണ്. ഇവിടേക്ക് വരുമ്പോണ്ടല്ലോ ആളുകളുടെ അക്കോമഡേഷൻ മൈൻഡ് വളരെ കുറഞ്ഞു. ആ പരിതസ്ഥിതി അങ്ങനെ തന്നെയാവണം. അതങ്ങോട്ട് കുട്ടിക്കാലത്തെ അച്ഛനമ്മമാരങ്ങോട്ട് ഉറപ്പിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ അത് അതുപോലെ വന്നിട്ടില്ലെങ്കിൽ മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡായി. അതുകൊണ്ട് വിവേകികളായിട്ടുള്ള ആളുകൾ എങ്ങനെ ജീവിക്കണം? ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. ഇതെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ പറയാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാലോ അല്ലേ? നമ്മളെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോണ്ടല്ലോ കൈകളില്ലാത്തവര്, കാലില്ലാത്തവര്, ഇവരെയൊക്കെ കാണുമ്പോഴോ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ നമ്മളെക്കാളും വിഷമങ്ങൾ അനുഭവിക്കുന്നവരും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ പരിതസ്ഥിതിയെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ചില പരിതസ്ഥിതികളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ആരെയാണ് ഭഗവാൻ അടിക്കുക? എണീറ്റ് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഗുരുവായൂരൊക്കെ ചെന്നിട്ട് ഓരോ ആളുകൾ വിഷമം പറയുമ്പോൾ ഭഗവാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ശരിയാക്കി തരാമെന്ന്. എൻ്റെ അമ്മ അനുഭവിച്ച അനുഭവം ഒന്നും നിങ്ങൾ അനുഭവിച്ചില്ലല്ലോ. 6 കുട്ടികളുടെ മരണമാണ് സ്ത്രീ പാവം അനുഭവിച്ചിരിക്കുന്നത്. എന്നിട്ടല്ലേ ഞാൻ പുത്രനായിട്ട് വന്നിരിക്കുന്നത്? കാരാഗ്രഹത്തിലാണ് കടന്നിരിക്കുന്നത്. ഇവിടെ നല്ല വീടുണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് കേ എന്ന് പറയുക. ഭഗവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ചിലരെയൊക്കെ വന്നിട്ട് അല്ലേ അപ്പം തരും. കാരണം അവിടെ കുറേ വിളക്ക് വെച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്ന് വരുമ്പോൾ വിളക്ക് തട്ടിപ്പോവല്ലോ എന്നുള്ള. പിന്നെ അങ്ങനെയൊന്നും ഭഗവാനെ പുറത്തു വരാൻ സമ്മതിക്കില്ല. ശ്രദ്ധിക്കൂ ഇതൊക്കെ. അതുകൊണ്ട് സത്യം ക്ഷിതോ കിം കശിപോ പ്രയാസൈ ബഹോസു സിദ്ധേഹുപർഹണേകിം സത്യഞ്ജലോ കിം പുരുതാന്നപാത്ര്യ ദിക്വൽകലാദോ സതികം ദിഗൂലൈ ചീരാണി കിം പതിന സന്ധി ദിശന്തി ഭിക്ഷാം നൈവാംഗ്രിപാ പരപദസരിതോപ്യശുഷ്യൻ രുദ്ധാഗുഹ കിമജിതോവതി നോപസന്നൻ കസ്മാൽ ഭജന്തി കവയോ ധനദുർമദന്തൻ. ചീരാണിക്കും പതി, ഈ വഴിയിൽ ദിശന്തി ഭിക്ഷാം നൈവാംഗ്രിപാ പരിബുധോ. നോക്കൂ, വഴിയിൽ ഉടുക്കാൻ നമുക്ക് മരവുരിയില്ലേ, വീഥികളില്ലേ നടക്കാൻ? ഭഗവാൻ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും ഈ പ്രകൃതിയിൽ ഉണ്ടാവില്ലേ കിട്ടാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ കിടക്കാൻ ഗുഹയുണ്ടാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥം? ഏത് പരിതസ്ഥിതിയും നമ്മളതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് എവിടേക്ക് ഉയർത്താം? ഭഗവാനിലേക്ക് ഉയർത്താം. പരിതസ്ഥിതിയെ ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്ക്, പരിതസ്ഥിതികൾ പരാതിയുള്ളവർക്ക്
ആരിലേക്ക് ഉയർത്താൻ പറ്റില്ല? ഭഗവാനിലേക്ക് ഉയർത്താൻ പറ്റില്ല. പൊതുവേ നമുക്ക് എക്സ്പെക്റ്റേഷൻ കൂടുതലും പ്രതീക്ഷകൾ കൂടുതലും നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് കുറവുമായിരിക്കും. ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് വരുന്നതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് കൂടുതൽ വെച്ചോളൂ, എക്സ്പെക്റ്റേഷനും വെച്ചോളൂ. അത് വിടേണ്ട ആവശ്യമില്ല. കാരണം ജീവിക്കാൻ എക്സ്പെക്റ്റേഷൻ വേണം. പക്ഷെ എന്തു വന്നാലും അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് കൂട്ടൂ. അതെങ്ങനെ കൂട്ടാൻ സാധിക്കും? ഏവം സ്വചിത്തേ സ്വതയേവ സിദ്ധാം ആത്മാ പ്രിയോർത്തോ ഭഗവാനനന്ദാം തം നിർവിദോ നിയതാർത്ഥോപജേതാം സംസാരഹേതോ പരമശ്ചയേത്രാം ഏവം സ്വചിത്തേ സ്വതയേവ സിദ്ധാം. ചിത്തത്തിൽ ആത്മാ പ്രിയോ അർത്ഥോ ഭഗവാനനന്ത, അനന്തനായിരിക്കുന്ന ആദിയും അന്തവുമില്ലാത്ത ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യസ്വരൂപനായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് പ്രിയനെന്ന് ഉറപ്പിക്കണം, ചിത്തത്തിൽ ഉറപ്പിക്കണം. എൻ്റെ കൂടെ എപ്പോഴും ആരാണുള്ളത്? ഭഗവാനാണുള്ളത്. എൻ്റെ ഏറ്റവും വലിയ പ്രിയങ്കരനായിരിക്കുന്നവൻ ഭഗവാനാണെന്ന് ഉറപ്പിക്കണം. എന്നിട്ടോ തം നിർവൃതോ നിയതാർത്ഥോ ഭജേതാം, എന്നിട്ട് തൻ്റെ മനസ്സിനെ അതിലുറപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ഒരു രൂപത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാര ഹേതു ഉപരമശ്ച, എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമെങ്കിൽ ഉടനെ നമ്മൾ ആരിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം? ഭഗവാനിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് നാം മനസ്സിൽ പറയണം, ഇതെല്ലാം ഭഗവാന്റെ പ്രസാദങ്ങളാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സ്വീകരിക്കണം. നമുക്കൊക്കെ ഉള്ളൊരു കഴിവാണ് ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ്, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അത് ഏത് വ്യക്തിക്കും ശ്രദ്ധ തിരിക്കാനുള്ള കഴിവുണ്ട്. മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നാം ഏത് കഴിവ് നേടിയെടുക്കണം? നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധിക്കണം. ആരിലേക്ക് ശ്രദ്ധ തിരിക്കണം? അതിന് ഭഗവാൻ എവിടെ ഉണ്ടാവണം? അതിലേക്ക് പിന്നെ എവിടെയാ തിരിക്കുക? ഉള്ളിലൊന്നും ഇല്ലല്ലോ സ്വാമി, ഒരു ഭഗവാനും ഇല്ലല്ലോ, അതിരിക്കണ്ട. അപ്പൊ ആദ്യം മനസ്സിൽ ആരെ പ്രതീക്ഷിക്കണം? ഭഗവാനെ പ്രതീക്ഷിക്കണം. അതിനാരാണ് ഭഗവാൻ എന്നുള്ള വ്യക്തമായ ബോധം വേണം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മുടെ മനസ്സിൽ ഭഗവാനെ നമുക്ക് താത്വികമായി മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ കാണണം? കേതിൽ സ്വദേഹാന്തർഹൃദയാവകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കഞ്ചരദാംഗശങ്കഗദാധരം ധാരണയാ സ്മരന്തി. ഏത് രൂപത്തിൽ കാണണം? കേജിൽ സ്വദേ ദേഹാന്തർ ഹൃദയാവകാശേ, ഈ മനസ്സാകുന്ന ആകാശത്തിൽ പ്രാദേശമാത്രം പുരുഷം വസന്തം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? പ്രാദേശമാത്രം പുരുഷൻ, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ചൈതന്യത്തെ പ്രാദേശമാത്രം ഒരു രൂപത്തോടുകൂടി ഉറപ്പിക്കൂ. എങ്ങനെയുള്ള രൂപം? ചതുർഭുജം കഞ്ചരദാംഗശങ്കഗദാധരം ധാരണയാ സ്മരന്തി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഭഗവാന്റെ ഏത് രൂപ പറയുന്നത്? ശംഖഗദാരൂപത്തെ. പ്രസന്ന വക്തം നളിനായ ദക്ഷണം കദംബകിഞ്ചൽ കവിശങ്കവാസസം ലസൻ മഹാരത്നഹിരൺമയാംഗദം സ്ഫുരൻ മഹാരത്ന കിരീടകുണ്ടലം. അതിസുന്ദരമായിരിക്കുന്ന രത്നകിരീടത്തോടും ചതുർഭുജത്തോടും ഭഗവാന്റെ വനമാലയോടും കൗസ്തുഭം എന്ന മണി, ശ്രീവത്സം എന്ന മറുക്, അതുപോലെ ഭഗവാന്റെ അരഞ്ഞാണം, ഭഗവാന്റെ പീതാംബരം, ഇതെല്ലാം നല്ലവണ്ണം മനസ്സിൽ കണ്ട് ഉന്നിദ്രഹൃത്പങ്കജകർണികാലയേ യോഗേശ്വരാസ്ഥാപിത പാദവല്ലഭം ശ്രീലക്ഷ്മണം കൗസ്തുഭരത്നഗന്ധരാം ആംലാനരിക്ഷ്മ്യാം വനമാലയാജിതം അദീനലീലാഹസിതേക്ഷണോല്ലസൽ ഭ്രൂഭംഗ സംസൂചിത പൂര്യനുഗ്രഹം ഈച്ഛേദചിന്താമയേനമീശ്വരം യാവന്മനോ ധാരണയാവതിഷ്ഠതേ. ഇപ്രകാരം ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന രൂപത്തെ കണ്ടുകൊണ്ട്, കിരീടം മുതൽ പാദാരവിന്ദത്തെ കണ്ടുകൊണ്ട്, പാദം മുതൽ ഭഗവാന്റെ മുഖത്തെ കണ്ടുകൊണ്ട്, അങ്ങനെ മനസ്സിനെ ഏകീഭവിപ്പിച്ചുകൊണ്ട് ഈച്ഛേദ ചിന്താമയമേനമീശ്വരം യാവൻ മനോ ധാരണയാവതിഷ്ഠതേ, നല്ലവണ്ണം ആ രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കണം. ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഏകൈകശോങ്കാനിധിയാനുഭാവയൽ പാദാദി യാവൽഹസിതം ഗദാഭൃതാം ജിതം ജിതം സ്ഥാനമബോഹ്യധാരയിൽ പരം പരം ശുദ്ധ്യതിദീർയഥായഥാം. പറയുന്നു, ഒറ്റയ്ക്ക് എല്ലാ രൂപത്തെയും കാണേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യൂ, പാദാദി യാവൽ എവിടെ തുടങ്ങണം? പാദം മുതൽ, കേശാദി പാദം,
അവിടുന്ന് ക്രമേണ 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 മുകളിലേക്ക്, വീണ്ടും അവിടെ നിന്ന് താഴോട്ട്. അതെന്തിനാ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കാരണം നമ്മുടെ മനുഷ്യ മനസ്സിനൊരു വികലത ഉള്ളത്. ഏതെങ്കിലും ഒരു രൂപത്തെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നാൽ മനസ്സ് അതിൽ നിന്നും മാറിപ്പോകും. കാരണം നമ്മുടെ മനസ്സിന് എപ്പോഴും എന്തെങ്കിലും ഒന്ന് ആക്ടിവിറ്റി വേണം. അതിന് സ്റ്റില്ലാവാൻ പറ്റില്ല. അത് നിന്നുപോയോ അപ്പം അത് വേണ്ടാത്ത ചിന്തയിലേക്ക് പോകും. പണ്ടുള്ളവർ പറയാറില്ലേ, ആൻ ഐഡിൽ മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയും. വെറുതെ ഇരിക്കുന്ന മനസ്സ് വേണ്ടാത്ത ചിന്തിക്കും. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ ധ്യാനിക്കുമ്പോണ്ടല്ലോ ഒറ്റയടിക്ക് ആ രൂപത്തെ നോക്കി ധ്യാനിക്കരുത്. എന്ത് വേണം? ഒരു നഖം കണ്ട്, പിന്നീട് ഭഗവാന്റെ അതിമനോഹരമായി ഭട്ടതിരിപ്പാട് കേശാദിപാത വർണ്ണന നടത്തുന്നുണ്ടല്ലോ. അഗ്രേ പശ്യാമി തേജോദിപിടതരകളായാവലി ലോഭനീയം പീയൂഷപ്ലാവിദോഹം തതനുതരുതരേ ദിവ്യകൈശോരവേഷം. അങ്ങനെ ഭഗവാന്റെ അതിമനോഹരമായ രൂപം താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴോട്ടും കണ്ടുകൊണ്ട് ഉറപ്പിക്കണം. ഇനി അടുത്തൊരു ചോദ്യം, എത്ര കാലം ഈ രൂപം നമ്മൾ ധ്യാനിക്കണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം. നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ ഹിന്ദു സംസ്കാരത്തിന് ഇത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടുള്ളൊരു വികലതയുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കൂ. യാവന്നജായേത പരാപരേസ്മിൻ വിശ്വേശ്വരേ ദൃഷ്ടരി ഭക്തിയോഗം താവൽ സ്തവീയ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയതസ്മരേതാം. എത്ര കാലം ഭഗവാന്റെ രൂപം ധ്യാനിക്കണം? എത്ര കാലം മനസ്സ് ഭഗവാന്റെ രൂപം കൊണ്ടു നടക്കണം? ഈ ചോദ്യത്തിനുള്ള ഉത്തരാണ് പറയുന്നത്. യാവത് എത്ര കാലത്തോളം, ന ഒരിക്കലും, ജായേത ഉണ്ടാവുന്നില്ല എങ്കിൽ, എന്തുണ്ടാവുന്നില്ല എങ്കിൽ, വിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗ പരാവരേ. പരാവരേ എന്ന് പറഞ്ഞാൽ പരം അവരം. അവരം എന്ന് പറഞ്ഞാൽ ശരീരം, പരം എന്ന് പറഞ്ഞാൽ മനസ്സ്. ശരീരത്തിനും മനസ്സിനും അതീതമായ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, വിശ്വത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്ന ഭഗവാനെ ദ്രഷ്ടരി ഭക്തിയോഗം കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ശ്രദ്ധ തിരിച്ച് മനസ്സിനെ സമബുദ്ധിയിലെത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കേ, ഭഗവാന്റെ രൂപം നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോണ്ടല്ലോ 2 കാര്യങ്ങൾ നമ്മൾ ദിവസവും രാവിലെ പറഞ്ഞുറപ്പിക്കണം. ഒന്ന്, രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഭഗവാനെ ഉള്ളിൽ കണ്ടുകൊണ്ട്, കേശാദിപാദം കണ്ടുകൊണ്ട് പറയണം, ഭഗവാനെ ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുന്ന് എനിക്ക് മിത്രമാണ്, അവിടുന്ന് എനിക്ക് സുഹൃത്താണ്, അവിടുന്ന് എനിക്ക് എല്ലാമാണ്, അച്ഛനാണ്, അമ്മയാണ്, എല്ലാമാണ്.